പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവമായ കർത്താവെ, നിന്റെ ദിവ്യ വചനങ്ങൾ തിരിച്ചറിയുവാനും നിന്റെ വിശുദ്ധ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിന്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. വന്യരായ വൈദിക സഹോദരരെ, മലങ്കര സുവിശേഷാംഗങ്ങളെ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. സക്കറിയായോടുള്ള അറിയിപ്പിൻ്റെ ഞായർ. ലൂക്കാസ് സുവിശേഷകൻ ഒരു ചരിത്രകാരനായിരുന്നു, ചിത്രകാരനായിരുന്നു, വൈദ്യനായിരുന്നു. ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ക്രിസ്തു രഹസ്യത്തിൻ്റെ ചുരുളഴിക്കുന്നത് ഒരു ഭീമാകാരമായ ക്യാൻവാസിലാണ്. അതിന് നമ്മൾ വൈഡർ പിക്ചർ എന്ന് സാധാരണ പറയാറുണ്ട്. മർക്കോസ് സുവിശേഷകൻ സുവിശേഷം ആരംഭിക്കുന്നത് കർത്താവ് 30-ാം വയസ്സിൽ എത്തി മാമോദിസ സ്വീകരിക്കുകയും ഉടനടി തൻ്റെ പരസ്യ ജീവിതത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ്. എന്നാൽ ലൂക്കാസ് സുവിശേഷകനും മത്തായി സുവിശേഷകനും കർത്താവിൻ്റെ ബാല്യകാല വർണ്ണന നടത്തുന്നുണ്ട്. അദ്ദേഹം ശ്രേഷ്ഠനായ തെയോഫിലോസിനാണ് തൻ്റെ സുവിശേഷവും രണ്ടാമത്തെ വാല്യമായ അപ്പസ്തോല പ്രവർത്തികളും സമർപ്പിച്ചിട്ടുള്ളത്. ആരാണ് ഈ ശ്രേഷ്ഠനായ തെയോഫിലോസ്? നമുക്ക് ചരിത്രത്തിൽ നിന്ന് നിശ്ചയമില്ല. അതൊരു പക്ഷേ ഒരു സാങ്കല്പിക പുരുഷനായിരിക്കാം. അദ്ദേഹം തൻ്റെ മുഖവരയിൽ പറയുന്നു, ദൃക്സാക്ഷികൾ പലരും പല കാര്യങ്ങളും പറഞ്ഞു വച്ചിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ ചരിത്രപരമായ സീക്വൻസ് അനുസരിച്ച് ക്രമമായി അതിൻ്റെ അടുക്കിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നു. യേശുവിൻ്റെ ശൈശവകാലം, ബാല്യകാലം ആർക്കാണ് അറിയാവുന്നത്? ലൂക്കായുടെ സുവിശേഷം ഗ്രീസിൽ AD 70-ാം ആണ്ടോടുകൂടിയാണ് രചിക്കപ്പെട്ടതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. AD 70-ൽ യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് അറിവുള്ള ആരാണുള്ളത്? അപ്പസ്തോലന്മാരാരും അന്ന് യേശുവിനെ കണ്ടിട്ട് പോലുമില്ല. അതിനാൽ ഈ ബാല്യകാല വിവരണത്തിൻ്റെ ഇൻഫൻസി നാരറ്റീവിൻ്റെ സ്രോതസ് പരിശുദ്ധ കന്യകമറിയം തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതാണ്ട് AD 100-ാം ആണ്ട് വരെ ജീവിച്ചിരുന്ന യോഹന്നാൻ പരിശുദ്ധ അമ്മയെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് കാരണം ഒരുപക്ഷെ യോഹന്നാനായിരിക്കാം അതിൻ്റെ ഉറവിടം എന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിലും ലൂക്കാസ് വിശേഷകൻ വളരെ വ്യക്തമായി കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അതിൻ്റെ അടുക്കിലും ചിട്ടയിലുമാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുക. യേശുവിൻ്റെ രക്ഷാകരമായ രഹസ്യം, ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്, ആരംഭിക്കുന്നത് ദൈവാലയത്തിൻ്റെ മറയ്ക്കുള്ളിലാണ്. ദൈവാലയത്തിൽ ആരംഭിച്ച് ദൈവാലയത്തിൽ അവസാനിക്കുന്ന സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം. ലൂക്കായുടെ സുവിശേഷം അവസാനിക്കുന്ന 24:53 പറയുന്നു,
അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദൈവാലയത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെയാണ് സുവിശേഷം അവസാനിക്കുക. അതിനാൽ ദൈവാലയത്തിൽ ആരംഭിച്ച് ദൈവാലയത്തിൽ അവസാനിക്കും. ഒരു പുറജാതിക്കാരനായ ലൂക്കായെ സംബന്ധിച്ച് യഹൂദ ദൈവാലയം അത്ര പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട വിഷയമാണ്. എങ്കിലും അങ്ങനെയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ദൈവാലയ പ്രതിഷ്ഠയുടെ ദിവസം നമുക്കറിയാവുന്നതുപോലെ യേശു ദൈവാലയത്തിൽ പ്രവേശിച്ച് അവിടെയുള്ള അശുദ്ധികൾ ശുദ്ധീകരിച്ചതോടുകൂടി യേശുവിൻ്റെ പ്രവൃത്തി അവസാനിച്ചില്ല. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 19:47 പറയുന്നു, ഈ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷം കർത്താവ് എല്ലാ ദിവസവും ദൈവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് കാത്ത് ഹേമറാൻ എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ ഓർ ഡെയിലി. അപ്പോൾ കർത്താവ് ദൈവാലയത്തെ ശുദ്ധീകരിച്ച് ഇറങ്ങിപ്പോവുകയല്ല ചെയ്തത്, കർത്താവ് അവിടെ തന്നെ തുടർന്നു. യേശു എല്ലാ ദിവസവും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവാലയത്തോടുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. സങ്കീർത്തനം 69:9. ഇത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം സ്ലീഹന്മാർ ഓർത്തു എന്ന എല്ലാ സുവിശേഷങ്ങളും പറയുന്നുണ്ട്. ദൈവാലയത്തോടുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ള EOC ബൈബിളിലെ വിവർത്തനം ഒരുപക്ഷെ ഒന്ന് മെച്ചപ്പെടുത്തേണ്ടതാണ്. കത്ത് ഫാഗയിൻ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നല്ല, കാർന്നു തിന്നുക എന്നുള്ളതാണ്. അത് വളരെ ക്രമേണ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. കർത്താവ് ദൈവാലയത്തിൽ തൻ്റെ അധികാരം ഉറപ്പിച്ചതോടുകൂടി അന്നു മുതൽ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും എങ്ങനെ കർത്താവിനെ വധിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു എന്ന് എല്ലാ സുവിശേഷങ്ങളിലും നാം വായിക്കുന്നു. 3 മരണകാരണങ്ങളാണ് യേശുവിൻ്റെ ശത്രുക്കൾ ഉന്നയിച്ചത്. 1, അവൻ ദൈവാലയം നശിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്തു. 2, അവൻ ദൈവപുത്രനാണെന്ന് സ്വയം അവകാശപ്പെട്ടു. 3, അവന് ശാപത ലംഘിച്ചു. ഈ 3 കാരണങ്ങളാണ് യേശുവിൻ്റെ മരണകാരണങ്ങളായിട്ട് ശത്രുക്കൾ ഉന്നയിച്ചത്. അതിനാൽ ദൈവാലയത്തോടുള്ള തീഷ്ണത കർത്താവിൻ്റെ ജീവൻ അപഹരിച്ചു എന്നുള്ളത് എല്ലാ സുവിശേഷങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ ദൈവാലയത്തിൻ്റെ സെൻട്രാലിറ്റി, അതിൻ്റെ കേന്ദ്രീയ ഭാവം ലൂക്ക അനുധാവനം ചെയ്തിരിക്കുകയാണ്. ഇന്ന് നാം വായിക്കുന്ന സുവിശേഷത്തിൽ നാടകീയമായ ഒരവതരണമാണുള്ളത്. ഒരു സാഹിത്യകാരനായത് കാരണം യേശുവിൻ്റെ രക്ഷാകര രഹസ്യം അത് വിരിഞ്ഞു വരുന്നത് നാടകീയമായിട്ടാണ്. ആദ്യമായിട്ട് ലൂക്കാസ് സുവിശേഷൻ അവതരിപ്പിക്കുന്നത് പേരൻസിനെയാണ്. ആദ്യത്തെ അഭിനേതാക്കൾ സക്കറിയ, എലിശുബ, അവർക്ക് പിറന്ന യോഹന്നാൻ. സക്കാറിയ അർത്ഥം നമുക്കറിയാം, ഗോഡ് റിമെമ്പേർഡ്. എലിശുബ, ഗോഡ് സ്വോർ, ദൈവം ആണയിട്ടു. യോഹന്നാൻ, കർത്താവ് കരുണ ചെയ്തു. അതിനാൽ ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ പേര് തന്നെ രക്ഷാകര രഹസ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യോഹന്നാന്റെ ജനനശേഷം സക്കറിയ ചൊല്ലുന്ന സ്തോത്രഗീതത്തിൽ ഇതെല്ലാം വരുന്നുണ്ട്. ദൈവം നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അനുസ്മരിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് ആണയിട്ടാണ് ദൈവം ഈ ഉടമ്പടി ഉറപ്പിച്ചത്. കർത്താവ് ഇപ്പോൾ ഇതാ നമ്മളോട് കരുണ ചെയ്തിരിക്കുന്നു.
അതുകൊണ്ട് യോഹന്നാൻ്റെ ജനനത്തിൽ ദൈവത്തിൻ്റെ കരുണയാണ് അവിടെ യാഹനാൻ. ഈ മാതാപിതാക്കന്മാരല്ലേ അവരടങ്ങുന്ന കുടുംബം രക്ഷാകര രഹസ്യം വെളിവാക്കുന്നതാണ്. സക്കറിയയുടെ കാലത്ത് 24,000 പുരോഹിതന്മാർ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. 24,000 പേരെ 24 ഗണമായിട്ട് തിരിച്ചിട്ട് ഓരോ ഗണത്തിൻ്റെയും തവണയനുസരിച്ച് കുറിയിട്ട് ആരാണ് സന്ധ്യാസമയത്ത് ധൂപമർപ്പിക്കുക എന്നുള്ളത് കുറിയിട്ട് എടുത്തിരുന്നു. അങ്ങനെ സക്രിയയുടെ പേരിൽ കുറി വീണു എന്നുള്ളത് നമുക്കറിയാം. ഒരു ഗണത്തിൽ തന്നെ 1000 പുരോഹിതന്മാരുള്ളപ്പോൾ ഒരാൾക്ക് മദ്ബഹായിൽ കയറി ധൂപം അർപ്പിക്കുവാനുള്ള അവസരം കിട്ടുന്നത് ഒരു മഹാഭാഗ്യമാണ്. ഈ ഭാഗ്യം വീണ്ടും ഒരു ദിവസം വരണമെന്ന് നിർബന്ധമില്ല അയാളുടെ ആയുഷ്കാലത്ത്. അതിനാൽ ഈ ധൂപാർപ്പണത്തിനുള്ള അവസരം ഒരു മഹാഭാഗ്യമാണ്. 2 മറകൾ, 2 വിരികൾ ഉണ്ടായിരുന്നു. പുറത്ത് ജനം നിൽക്കുന്നു. അതിൻ്റെ മുമ്പിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന ബലിപീഠം. അതിനുശേഷം ഒരു വിരി, ആ വിരിക്കുള്ളിലാണ് സ്വർണ്ണ ബലിപീഠം. ആ ബലിപീഠത്തിലാണ് ധൂപം അർപ്പിച്ചിരുന്നത്. അങ്ങനെ ഈ പാത്രവുമായി മദ്ബഹായ്ക്കുള്ളിൽ സക്രിയ പ്രവേശിച്ച് ഈ ധൂപം സ്വർണ്ണ ബലിപീഠത്തിൽ വച്ചിട്ട് ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ കമഴ്ന്നു വീണ് കിടക്കും. അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ ചില ദൈവിക വെളിപാടുകൾ ലഭിക്കാറുണ്ട്. ചില സമയത്ത് ഈ വെളിപാടുകൾ ലഭിക്കുമ്പോൾ മനുഷ്യര് ബോധം കെട്ടു പോവുകയോ മരിക്കുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് 2 കാര്യങ്ങൾ ചെയ്തിരുന്നു. പുരോഹിതന്മാരുടെ കാപ്പ അല്ലെങ്കിൽ തിരുവസ്ത്രത്തിൻ്റെ വിളുമ്പിലായി മണികൾ, ചെറിയ മണികൾ നെയ്ത് പിടിപ്പിക്കും. ആ മണികൾ കിലുങ്ങുകയാണെങ്കിൽ അവർക്ക് ജീവനുണ്ട്, നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. യോം കിപ്പൂർ ദിവസം വിശുദ്ധതയുടെ വിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ പ്രവേശിക്കുമ്പോൾ ആണ്ടിലൊരിക്കലാണ് അവിടെ പ്രവേശിക്കുക. അവിടെയും വെളിപാടുകൾ ഉണ്ടാവുമ്പോൾ ഈ മഹാപുരോഹിതൻ മരിച്ചുപോയാൽ പുറത്തെടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ കയറ് കെട്ടിയിട്ടാണ് കയറിയിരുന്നത്. അദ്ദേഹം മരിച്ചുപോയാൽ ശവശരീരം വലിച്ച് പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു ക്രമീകരണം ചെയ്തിരുന്നത്. അതിനാൽ എല്ലാ സമയത്തും മഹാപുരോഹിതന്മാർ ഈ വിശുദ്ധ സ്ഥലത്തും വിശുദ്ധതയുടെ വിശുദ്ധ സ്ഥലത്തും പ്രവേശിക്കുമ്പോൾ ഒരു ദൈവിക വെളിപാടുണ്ടാകും എന്നും അതുവഴിയായി ഒരുപക്ഷെ ബോധം കെട്ട് നിലത്ത് വീഴുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചു വീഴുകയോ ഒക്കെ ചെയ്യാം എന്നുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് അങ്ങനെ സക്കറിയ പുറത്തു വരാൻ ഒത്തിരി സമയമെടുത്തപ്പോൾ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജനം സക്കറിയയ്ക്ക് എന്തോ പറ്റി എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. എങ്കിലും അവൻ്റെ ആപ്പയിൽ അല്ലെങ്കിൽ തിരുവസ്ത്രത്തിൽ ഘടിപ്പിച്ചിരുന്ന മണികൾ കിലുങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ആൾ മരിച്ചിട്ടില്ല. എങ്കിലും അവൻ പുറത്തു വന്നപ്പോൾ ഒന്നും പറയാൻ സാധിക്കാത്ത രീതിയിൽ അവൻ ഊമനായി. ജനത്തിന് മനസ്സിലായി അവന് ഒരു വെളിപാട് ലഭിച്ചു എന്ന്. അവന് ലഭിച്ച വെളിപാട് എന്താണ്? ഒരു സദ്വാർത്തയാണ്. ഗബ്രിയേൽ ദൂതൻ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് സുവിശേഷത്തിൽ വായിക്കുന്നത്. അവിടെയും പ്രത്യേകതയുണ്ട്. ബലിപീഠത്തിൻ്റെ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്നത് ദൈവമാണ് എന്നുള്ളതാണ് സങ്കല്പം. മാലാഖ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഇടതുവശത്താണ്. ഏതായാലും ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഗബ്രിയേൽ ദൂതൻ വരുന്നത്. രക്ഷാകര ചരിത്രത്തിൽ ഗബ്രിയേൽ എന്ന ദൂതൻ
500 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കറിയാം, ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ബാബിലോണിലെ അടിമത്തത്തിൽ വെച്ച് ദാനിയേലിന് ഗബ്രിയേൽ പ്രത്യക്ഷപ്പെടുന്നത്, അത് കഴിഞ്ഞാൽ 500 വർഷം പിന്നിട്ടു സക്രിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ. ദാനിയേലിൻ്റെ 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും നമ്മൾ കണ്ണോടിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ ഗാബ്രിയേൽ പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ദാനിയേൽ മൂർച്ഛിച്ച് നിലത്ത് വീണു എന്നാണ് നാം വായിക്കുക. മൂർച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് നിലത്ത് വീണു എന്നാണ്. ഗബ്രിയേൽ ബോധം കെട്ട് നിലത്ത് കിടക്കുന്ന ഈ മനുഷ്യൻ്റെ തോളിൽ കൊട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു നാശമല്ല നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് ബുദ്ധി ജ്ഞാനവും ഉപദേശിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നീ അപേക്ഷ തുടങ്ങിയ അവസരത്തിൽ തന്നെ ഒരു വചനം പറയപ്പെട്ടു. ആ വചനം ഇതാണ്: ദൈവം നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. അപ്പോൾ ദാനിയേലിന് കിട്ടിയ ഒരു സദ്വാർത്ത എന്താണ്? ദൈവം നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ അത്യധികം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ വേണം നീ ഇനിയും കാണാൻ പോകുന്ന ദർശനങ്ങൾ വ്യാഖ്യാനിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വെളിപാട് രക്ഷയുടെ വെളിപാടാണ്. ആ വെളിപാടിൽ ആദ്യം നമുക്ക് ലഭിക്കുന്ന സദ്വാർത്ത ദൈവം നമ്മളെ അത്യധികം സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി തൻ്റെ രക്ഷ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത്. ഒരു പുരോഹിതൻ മക്കളില്ലാതെ മരിച്ചാൽ സാധാരണ പുരോഹിതനല്ലാത്ത ഒരാൾക്ക് തന്നെ മക്കളില്ല എങ്കിൽ അതൊരു ശാപമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ രണ്ടുപേരും, സക്രിയായും എലീശുബായും രണ്ടുപേരും അഹറോന്റെ കുടുംബത്തിൽ പിറന്നവരെ. അവർക്ക് മക്കളില്ല എന്ന് പറഞ്ഞാൽ അവർ ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണെന്ന്. എലീശുബ ഗർഭവതിയായ ശേഷം പറയുന്നു, മനുഷ്യരുടെ ഇടയിലുള്ള എൻ്റെ വലിയ അപമാനം കർത്താവ് എടുത്തു കളഞ്ഞു. അതിനാൽ ഒരു ആയുസ് മുഴുവൻ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്ത ശേഷം ഈ ഗബ്രിയേൽ സക്രിയായോട് പറയുന്നത്, നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു, ഇറ്റ്സ് ഓൾറെഡി ഹേർഡ്. പക്ഷേ ആൾക്ക് വിശ്വസിക്കാൻ മനസ്സ് വന്നില്ല. ഹൗ ക്യാൻ ദിസ് ഹാപ്പൻ? നമ്മൾ വേറൊരു ചോദ്യം അടുത്ത ഞായറാഴ്ച കേൾക്കും, ഹൗ വിൽ ഇറ്റ് ഹാപ്പൻ? അപ്പോൾ ഹൗ ക്യാൻ ദിസ് ഹാപ്പൻ? കാരണം ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യയും വൃദ്ധയാണ്. അന്നത്തെ കാലത്ത് 60 വയസ്സിലാണ് വാർദ്ധക്യം തുടങ്ങുന്നത്. ഇവർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ല. എങ്കിലും കുഞ്ഞുങ്ങളെ ലഭിക്കുന്ന പ്രായത്തിലല്ലായിരുന്നു രണ്ടുപേരും. അവിടെ എടുത്തു പറയുന്നു, ഇവർ രണ്ടുപേരും മതനിഷ്ഠതയുള്ളവരായി, കർത്താവിൻ്റെ എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും അക്ഷരം പ്രതി അനുസരിക്കുന്നവർ, നല്ല മത തീഷ്ണതയുള്ളവർ. എന്നിട്ട് എന്തു പറ്റി? ഒരു കാര്യം ദൈവം പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായില്ല എന്നുള്ളതാണ്. ഈ മിശിഹാ രഹസ്യം, കർത്താവിൻ്റെ ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ആ സ്വീകരണത്തിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ ഫെയ്ത്ത്, വിശ്വാസമാണ്. ഈ വിശ്വാസം പുരോഹിതനിൽ നിന്ന് തീർച്ചയായിട്ടും ദൈവവും മനുഷ്യരും പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തീർച്ചയാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ആരോപണം, ഒരു വൈദികൻ
ഒരുപക്ഷെ യാന്ത്രികമായി ഒരു കുർബാന ചൊല്ലിക്കഴിഞ്ഞാൽ മനുഷ്യർ പറയും, അച്ഛൻ ഇതിനകത്തൊന്നും വലിയ വിശ്വാസമൊന്നും ആളല്ല എന്ന് പറയും. നമ്മൾ പലപ്പോഴും ഒരു കുടുംബത്തിൽ നിന്ന് ശവം പള്ളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഭവനത്തിലുള്ളവരെല്ലാം മാറത്തടിച്ച് വിലപിക്കുമ്പോൾ വൈദികനും കപ്പിയാർക്കും മാത്രം യാതൊരു വികാരവുമില്ല. അപ്പം ജനം പറയും, വികാരി നിർവികാരനാണ്, അതിലൊരു പാർട്ടിസിപ്പേഷൻ അയാൾക്കുണ്ട് എന്ന് തോന്നുന്നില്ല. പുരോഹിതർക്ക് വലിയ ഒരു റിസ്ക് ഉണ്ട്. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. അതിപരിചയം അവജ്ഞയിലേക്ക് നയിക്കുന്നു. ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള തീക്ഷ്ണത, ബലിപീഠത്തെക്കുറിച്ചും ബലിപീഠത്തിലെ ശുശ്രൂഷകളെക്കുറിച്ചുമുള്ള നിത്യപരിചയം കൊണ്ട് അതിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ ദൈവം പുരോഹിതനെ വളരെ കാര്യമായിട്ട് തന്നെ ശിക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗബ്രിയേൽ പറഞ്ഞു, ആരാ നിന്റെ സന്നിധിയിൽ നിൽക്കുന്ന നിനക്ക് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നീ എൻ്റെ വചനം ഗൗരവമായിട്ട് എടുത്തില്ല. ദൈവസന്നിധിയിൽ നിൽക്കുക എന്നുള്ള പ്രയോഗം ശുശ്രൂഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു വെയിറ്റർ, നമ്മളൊരു ഹോട്ടലിൽ ചെന്നാൽ ഒരു വെയിറ്റർ ഒരിക്കലും നിൽക്കാറില്ല. അയാൾ നമ്മുടെ ടേബിളിൻ്റെ അടുത്ത് വന്ന് തലകുനിച്ച് വളരെ ആദരവോടെ നിൽക്കുകയുള്ളൂ ഓർഡർ എടുക്കാനായിട്ട്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നു, കർത്താവിൻ്റെ ഭവനത്തിൽ നിൽക്കുന്നവരായി കർത്താവിൻ്റെ ദാസന്മാരായുള്ളവരെ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയും. കർത്താവിൻ്റെ ഭവനത്തിൽ നിൽക്കുന്നവർ. അതിനാൽ ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാലാഖയാണ്. ഞാനാണ് നിന്നോട് പറഞ്ഞത്, എന്നിട്ട് നീ വിശ്വസിക്കുന്നില്ല. അതിനാൽ ഈ ഞാൻ പറഞ്ഞ കാര്യം നടക്കുന്നത് വരെ 9 മാസം നീ ഊമനായിരിക്കും. അത് ഒരു ശിക്ഷയായിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം എബ്രായ ലേഖനം 11:6 പറയുന്ന വാക്യം ശ്രദ്ധിക്കുക. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നെന്നും വിശ്വസിക്കണം. ദൈവമുണ്ടെന്നും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഇന്നത്തെ നമ്മുടെ വായന റോമർക്കുള്ള 4-ാം അധ്യായത്തിൽ നിന്നാണ്. അത് അബ്രഹാമിനെ കുറിച്ചുള്ള വായനയാണ്. അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വാഗ്ദാനം നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വിശ്വാസം ദാനമായി നൽകപ്പെട്ടതാണ്. സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദൈവിക പുണ്യങ്ങൾ 3: വിശ്വാസം, ശരണം, സ്നേഹം, ഉപവി. അടുത്ത ചോദ്യം, ഇതിനെ എന്തുകൊണ്ട് ദൈവിക ദാനങ്ങൾ, ദൈവിക പുണ്യങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നു? കാരണം ഈ 3 പുണ്യങ്ങളും ദൈവദത്തമാണ്.
നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ആർജിച്ചെടുക്കുന്നതല്ല, അത് ദാനമായിട്ട് നൽകപ്പെടുന്ന ഒരു സംഗതിയാണ്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമായിട്ട് നമ്മൾ ശിശുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം ഈ ദാനം നമുക്ക് തന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ഒരു വിത്തിൻ്റെ രൂപത്തിലായിരിക്കാൻ വന്നിരിക്കുന്നത്, ഒരു മരത്തിൻ്റെ രൂപത്തിലല്ല. അതിനാൽ ഈ സീഡ്, ഈ വിത്ത് നമ്മൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് ഇന്നത്തെ ഒരു ചിന്താവിഷയമാണ്. രണ്ടാമത്തെ വായന 2 പത്രോസ് 1-ാം അധ്യായത്തിൽ നിന്നുള്ള വായനയാണ്. അത് എനിക്ക് വ്യക്തിപരമായി വളരെ ഇഷ്ടപ്പെട്ട ഒരു ലേഖന ഭാഗമാണ്. അവിടെ പറയുന്നു, ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കുവാൻ നന്നായി ഉത്സാഹിക്കുക. ഇവിടെ 8 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം, സുഹൃതം, ജ്ഞാനം, ആത്മസംയമനം, ക്ഷമ, ഭക്തി, സഹോദര സ്നേഹം, ഉപവി. ഇത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കുവാൻ ഒരു 8 നില കെട്ടിടം സങ്കല്പിക്കുക. നമ്മൾ ഒരു കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ പുറത്തുകൂടി സ്കാഫോൾഡിങ് വെച്ച് കെട്ടും. പണ്ട് കാലത്ത് കഴകൾ വെച്ചാണ് കിട്ടിയിരുന്നത്, ഇപ്പോൾ മെറ്റൽ സ്കാഫോൾഡിങ് ഉണ്ട്. അപ്പോൾ ഒരു നിലയ്ക്ക് ഒരു സ്കാഫോൾഡിങ് എന്നുള്ള തരത്തിൽ 80 അടി 8 നിലയിൽ എത്തണമെങ്കിൽ 8 സ്കാഫോൾഡിങ് വേണം. അത് ഒന്ന് വേറൊന്നിനെ ഉറപ്പിക്കുന്നതാണ്. അത് മൊത്തം ഒരു ഉറപ്പ് നൽകുന്നതാണ്. അതിലെത്ര പേര് കയറി നിന്നാലും ഒരു കുലുക്കമൊന്നും ഉണ്ടാവില്ല. അത് നട്ട് ബോൾട്ടിട്ട് മുറുക്കിയിരിക്കുന്നതുകൊണ്ട് നല്ല ബലിഷ്ഠമാണ്. അതിനാൽ പത്രോസ് ലീഹ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, സംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കുവാൻ നന്നായി ഉത്സാഹിക്കുക. സമ്പൂർണമാക്കുവാൻ എന്നുള്ള ഭാഷ ഒരുപക്ഷെ തിരുത്തേണ്ടതാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സപ്ലിമെൻറ്റ് എന്നാണ്. നമ്മൾ ഡയറ്ററി സപ്ലിമെൻറ്റ് അല്ലെ ഫുഡ് സപ്ലിമെൻ്റ് എന്നൊക്കെ ഇന്ന് പറയാറുണ്ട്. നമ്മൾ ആഹാരം കഴിച്ചാൽ ചിലർക്കെങ്കിലും അത് പോഷക ആഹാരമായി തിരികെയില്ല. അവർക്ക് ഭക്ഷണത്തിലുള്ള എല്ലാ പോഷകങ്ങളും വലിച്ചെടുക്കുവാൻ, ആഗിരണം ചെയ്യാൻ ഒരുപക്ഷെ അവരുടെ ദഹന പ്രക്രിയയിൽ നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇരുമ്പ്, വിറ്റമിൻ, മറ്റ് എലമെൻസ് ഒക്കെ ഉൾപ്പെടുന്ന സപ്ലിമെൻറ്റ്സ് കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഒന്ന് വേറൊന്നിനെ സപ്ലിമെൻ്റ് ചെയ്യണം, ഒന്നിൻ്റെ കുറവ് വേറൊന്ന് പരിഹരിക്കണം. അതിനാൽ നമ്മുടെ വിശ്വാസത്തെ യാക്കോബ് ശ്ലീഹ പറഞ്ഞു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാവും. അതുകൊണ്ട് സുഹൃതം നിങ്ങൾ ആവശ്യമാണ്. നമ്മുടെ വിശ്വാസത്തിന് ജ്ഞാനം ആവശ്യമാണ്. നമ്മൾ സൺഡേ സ്കൂളിൽ 10 ക്ലാസ് 12 ക്ലാസ് പഠിച്ചു, പിന്നെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അലസമായിട്ടിരുന്നാൽ നമുക്ക് ലഭിച്ച വിശ്വാസം ക്രമേണ നഷ്ടപ്പെടും എന്നുള്ളതൊരു വാസ്തവമാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പഠനമുണ്ട്. ഒരാൾ 1 മുതൽ 4 ക്ലാസ് വരെ പഠിക്കുകയും അതിനുശേഷം പഠനം നിർത്തുന്നു, 5 വർഷത്തേക്കൊന്നും പഠിക്കുന്നില്ല എങ്കിൽ ഇയാൾ ബാല്യകാലത്ത് പഠിച്ച ആ 4 വർഷത്തെ പഠനം മുഴുവൻ ഇല്ലാതാകും എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിനാൽ ആദ്യകാലത്ത് ചില കാര്യങ്ങൾ പഠിക്കുന്നു, പിന്നെ ഒന്നും പഠിക്കുന്നില്ല എങ്കിൽ അതുവരെ പഠിച്ചതെല്ലാം അത് ഇല്ലായ്മയായിട്ട് തീരും. അതുകൊണ്ട് ഈ വിശ്വാസത്തെ ജ്ഞാനം കൊണ്ട് ബലപ്പെടുത്തണം. നമുക്ക്
ഒരു നോമ്പ് കാലത്തേക്ക് പ്രവേശിക്കുകയാണ്, ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്കറിയാം, അന്ത്യോക്യൻ ആരാധനക്രമത്തിലെ സഭാചരിത്രം പഠിക്കുമ്പോൾ വലിയ നോയമ്പ് കാലത്ത് എന്നതുപോലെ തന്നെ 40 ദിവസത്തെ നോമ്പുണ്ടായിരുന്നു. ഇത് പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോയതാണ്. നവംബർ 15-ൻ്റെ 15 ദിവസം, ഡിസംബറിലെ 25 ദിവസം, അങ്ങനെ 40 ദിവസത്തെ നോമ്പുകാലമായിരുന്നു. എങ്കിലും ഇപ്പോൾ നമുക്ക് ഡിസംബർ 1 മുതലാണ് നോമ്പ് ആരംഭിക്കുക. ഈ നോയമ്പ് കാലം, ആഗമന കാലത്ത് ചില ആത്മസംയമനം, നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തേണ്ടത് വിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്ക് ആവശ്യമാണ്. ഞാൻ യൂട്യൂബിൽ ഒരു പ്രസംഗം കേട്ടപ്പോൾ ഒരു സന്യാസി വൈദികൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം. അദ്ദേഹം ഒരു സ്റ്റുഡൻറ് ക്യാമ്പിൽ പോയി രാവിലെ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് കുട്ടികൾ, ക്യാമ്പിലുള്ളവരെല്ലാം ഒരുമിച്ച് ചേരണം. 15 മിനിറ്റ് നേരം അദ്ദേഹം ഒരു ധ്യാന പ്രസംഗം കൊടുക്കുവാണ്. അപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ മ്യൂസിക്, അതിൻ്റെ ഹെഡ് ഗിയർ എല്ലാം ധരിച്ച്, ചെവിയെല്ലാം അടച്ച്, അവൾ ഈ ചെറിയ ചാപ്പലിൽ സർവ്വസമയം ഇരുന്നിങ്ങനെ പാട്ടിൻ്റെ താളം അനുസരിച്ച് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധ്യാനം തുടങ്ങാനുള്ള സമയമായപ്പോൾ അച്ഛൻ പറഞ്ഞു, "Can you shut it for a few minutes?" അപ്പോൾ പെൺകുട്ടി പറയാണ്, "No father, I cannot. If I shut it off, I become crazy." ഞാൻ ഈ മ്യൂസിക് സിസ്റ്റം ഓഫ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇത് ഇന്നത്തെ ഒരു തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു മ്യൂസിക് കേട്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ, TV ഓടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ, ടെലഫോൺ കയ്യിലില്ല എങ്കിൽ നമ്മളൊക്കെ അസ്വസ്ഥരാണ്. ഇത് ഒരു അടിമത്തമാണ്. ഈ പുതിയ ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾക്ക് ജീവിതം ആയാസരഹിതമാക്കുന്നു എങ്കിൽ പോലും അതൊക്കെ ഒരു അടിമത്തം സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് നമ്മുടെ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുവാൻ തക്കവണ്ണം ചില ആത്മനിയന്ത്രണങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ പള്ളുകുടിയോ സിഗരറ്റ് വലിയൊക്കെ നിർത്താൻ പ്രയാസമുള്ളവരുണ്ടാകും. പക്ഷേ നിങ്ങളുടെ വീട്ടിലെ ടെലിവിഷൻ കുറച്ച് നേരത്തേക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ 1 മണിക്കൂറൊന്ന് മാറ്റിവെക്കാൻ പറ്റുമോ? ചില സൗകര്യങ്ങൾ, നമ്മൾ അനാവശ്യമായി പണം ചെലവഴിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് മാറ്റിവെക്കാൻ പറ്റുമോ? ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. സക്കറിയയ്ക്ക് ലഭിച്ച ഒരു ശിക്ഷ ഊമനാവുക എന്നുള്ളതാണ്. ഇത് പക്ഷേ ദാറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കും. ഇവൻ 9 മാസം സംസാരിക്കാതിരുന്നപ്പോൾ ആ കാലത്ത് അവന് വലിയൊരു റെവലേഷൻ, ഒരു വെളിപാട് ലഭിക്കുകയാണ്. അവന് വെളിപാട് ലഭിച്ചു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവ് സക്കറിയയുടെ സ്തോത്രഗീതം എടുത്ത് നോക്കിയാൽ അറിയാം. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ എല്ലാ അർത്ഥം അവന് മനസ്സിലായി. ദൈവം അനാദി മുതൽ ഈ രക്ഷയുടെ രഹസ്യം എങ്ങനെ അനാവരണം ചെയ്തു, പടിപടിയായി എങ്ങനെ ചരിത്രത്തിൽ ദൈവം തൻ്റെ രക്ഷ നിറവേറ്റി എന്നുള്ളത് അവന് മനസ്സിലായത് ഈ 9 മാസത്തെ നീണ്ട സൈലൻസ്, മൗനത്തിൽ നിന്നാണ്. നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ ജീവകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും പരിഹരിക്കാൻ പ്രയാസമാണ് എന്നുള്ള ഒരു പ്രശ്നം തലയിൽ കയറിക്കഴിഞ്ഞാൽ അദ്ദേഹം നീണ്ട മൗനത്തിലേക്ക് പ്രവേശിക്കും. 41 ദിവസമായിരുന്നു ഒരു മൗനത്തിൻ്റെ ദൈർഘ്യം. അദ്ദേഹത്തെ കാണാൻ ധാരാളം പേര് വരും. പക്ഷേ അവർക്കാർക്കും അദ്ദേഹം ഓഡിയൻസ് കൊടുക്കത്തില്ല. അങ്ങനെ മടുത്ത മനുഷ്യർ ചോദിച്ചു, ഇയാളിങ്ങനെ മൗനിയായിട്ടിരുന്നിട്ട് എന്ത് കാര്യം?
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനുഷ്യരോട് സംസാരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ മനുഷ്യരോട് സംസാരിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് മൗനം നെഗറ്റീവല്ല, പോസിറ്റീവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങളിൽ എന്തെങ്കിലും സ്വരമില്ല എങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും. മൗനം നമ്മൾ ശീലിക്കേണ്ടതാണ്. കാരണം നമ്മൾ മൗനിയാകാൻ പഠിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വന്ന് തറയ്ക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തെ ബലപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിൽ ഒരു ചെടി മാത്രമല്ല ഉള്ളത്, അനേകം ചെടികൾ ഒരുമിച്ച് വളരുന്ന തോട്ടമാണ് ദൈവത്തിൻ്റെ തോട്ടം എന്ന് പറയാറുണ്ട്. ഇവിടെ അനേകം പൂച്ചെടികൾ, അനേകം പുണ്യങ്ങളാണ്. ഈ അനേകം പുണ്യങ്ങൾ ഒരുമിച്ചാണ് വളരുക, ഒന്ന് വേറൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. അതിനാൽ ഈ ഈ 40 ദിവസത്തെ ആഗമന കാലത്ത് നമ്മളുടെ ആത്മ നിയന്ത്രണം വഴിയായി, വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന വഴിയായി, മൗനം പാലിക്കുന്ന വഴിയായി കർത്താവിൻ്റെ രക്ഷാകരമായ രഹസ്യം മനസ്സിലാക്കുവാൻ നമുക്ക് കൂടുതൽ നമ്മളെ തന്നെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.